കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിലൊക്കെ മുടക്കങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഉസ്താദെ. എന്ത് കാര്യം ചെയ്താലും വിജയിക്കുന്നില്ല ഉസ്താദെ, പരാജയം മാത്രമേ ഉള്ളൂ എന്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞ് പല ആളുകളും സങ്കടം പറയാറുണ്ട്. എന്ത് കാര്യം ചെയ്താലും പച്ച പിടിക്കുന്നില്ല ഉസ്താദെ, പല ആളുകളും സങ്കടം പറയാറുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മളെ കാര്യങ്ങളൊക്കെ വിജയിക്കാൻ, നമ്മളെ പ്രയാസങ്ങളും സങ്കടങ്ങളൊക്കെ മാറാൻ വേണ്ടി വലിയ വലിയ ആരിഫീങ്ങളും മഹാന്മാരും പഠിപ്പിച്ചു തന്ന അത്ഭുതകരമായ ചില ഇസ്മുകൾ നമ്മൾക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. എല്ലാ കാര്യങ്ങളിലും വിജയം നൽകി അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഇലാഹി അൻത മഖ്സൂദി വരിളാക മത്ലൂബി. അല്ലാഹുമ്മ ഖ്ലി ഹജാതിനാ യാ ഖാദിയൽ ഹജാത്. അല്ലാഹുമ്മ ദഫഅ ബലിയാതിനാ യാ ദാഫിയൽ ബലിയാത്. അല്ലാഹുമ്മ ഖ്ലി ഹജാതിനാ യാ ഖാദിയൽ ഹജാത്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ എല്ലാവരെയും ഞാൻ ദാറുൽ മുബീൻ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി നമ്മളെ മജ്ലിസ് കാണുന്ന മുത്തു മുഅ്മിനീങ്ങൾ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ എന്ന് ഉണർത്തുകയാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും ഉച്ചക്ക് 1 മണിക്ക് നമ്മളെ ചാനലിൽ നമ്മളെ മജ്ലിസ് ഉണ്ടായിരിക്കും. എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് ഉണർത്തുകയാണ്. അള്ളാഹു നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ. ഒരുപാട് ആളുകൾ പല സങ്കടങ്ങളും വിഷമങ്ങളും പറഞ്ഞ് നമ്മളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹുവേ, എല്ലാവരുടെ പ്രശ്നങ്ങളും നീ അകറ്റി കൊടുക്കണേ റഹ്മാനെ. മഹാന്മാരെ ബർക്കത്ത് കൊണ്ട്, മഹാനായ CM വലിയുല്ലാഹി തങ്ങളെ ബർക്കത്ത് കൊണ്ട്, അജ്മീർ ഖാജ തങ്ങളെ ബർക്കത്ത് കൊണ്ട്, റിഫായി ശൈഖ് തങ്ങളെ ബർക്കത്ത് കൊണ്ട്, മുത്തുനബിയുടെ ബർക്കത്ത് കൊണ്ട്, മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ ബർക്കത്ത് കൊണ്ട്, ഖുലഫാഉർ റാഷിദീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ റഹ്മാനെ. മനസ്സിന് സന്തോഷം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടിയും നമ്മളെ മജ്ലിസിന്റെ അവസാനം ദുആ ചെയ്യണം. അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ എല്ലാവരും മജ്ലിസിൽ പങ്കെടുക്കണമെന്ന് ഉണർത്തുകയാണ്. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നിങ്ങളൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന അത്രയും ഗൗരവമുള്ള ഒരു വിഷയമാണ്. നമ്മളുടെ സഹോദരി സഹോദരന്മാരെ, ഒരുപാട് ആളുകൾ പറയാറുണ്ട്, ഉസ്താദെ എന്ത് ചെയ്താലും തടസ്സാണ്, എന്ത് കാര്യം ചെയ്താലും വിജയിക്കാൻ കഴിയില്ല ഉസ്താദെ, തടസ്സങ്ങൾ മാത്രമേ ഉള്ളൂ, മുടക്കങ്ങൾ മാത്രമേ ഉള്ളൂ, ഒരു കാര്യം ചെയ്താൽ പച്ച പിടിക്കുന്നില്ല. ജോലി ചെയ്തു, അവിടെ പരാജയപ്പെട്ടു. കച്ചവടം ചെയ്തു നോക്കി, അവിടെ തടസ്സങ്ങളാണ്, പരാജയം മാത്രമേ കണ്ടിട്ടുള്ളൂ. വീട് പണി തുടങ്ങി, അവിടെ പരാജയമാണ്. ഇങ്ങനെ എന്ത് കാര്യം ചെയ്താലും തടസ്സങ്ങളും പരാജയങ്ങളും മാത്രമാണ് ഉസ്താദെ, ഇതിന് വല്ല പരിഹാരവുമുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് അതിനുള്ള ഒരു പരിഹാരമാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ശ്രദ്ധയോടുകൂടെ ഞാൻ ഈ പറയുന്ന കാര്യം കേട്ടുകൊണ്ട് ജീവിതത്തിൽ പകർത്തണേ എന്ന് ഉണർത്തുകയാണ്. പകർത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് പരാജയം ഉണ്ടാവില്ല, ഒരാളുടെ മുന്നിലും തല കുനിക്കേണ്ടി വരികയില്ല എന്നുള്ളതാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാന്മാര് പറയുകയാണ്, എല്ലാ ഫർള് നിസ്കാരത്തിന്റെ ശേഷവും അള്ളാഹുവിന്റെ ഇസ്മുകൾ അടങ്ങിയ വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്ർ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് കാര്യമാണ് ഉദ്ദേശിക്കുന്നത് ആ കാര്യം അള്ളാഹു നിറവേറ്റി തരും. ഒരു കാര്യത്തിലും നമ്മൾക്ക് പരാജയം ഉണ്ടാവില്ല. ബിസിനസ് ചെയ്താൽ ധാരാളം ലാഭം കൊയ്യാൻ കഴിയുമെന്നുള്ളതാണ്. ജോലിക്ക് പോയാൽ നല്ല റാഹത്തോടെ നമ്മൾക്ക് തിരിച്ചു വരാൻ നൽകുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ നമ്മൾക്ക് വിജയം ലഭിക്കുമെന്നുള്ളതാണ് ഈ ദിക്റിന്റെ പ്രത്യേകത. അള്ളാഹു ചൊല്ലാനുള്ള ഭാഗ്യം നൽകട്ടെ. പക്ഷേ ഈ ദിക്ർ ചൊല്ലേണ്ടത് എപ്പോഴാണ്? ഫർള് നിസ്കാരങ്ങളുടെ ശേഷമാണ്. പല ആളുകളും ഉസ്താദെ ദ്വയർക്കണം, പ്രശ്നമാണ്, കടാണ്, ടെൻഷനാണ്, ബുദ്ധിമുട്ടാണ് ഉസ്താദെ, ദ്വയർക്കണേ എന്ന് പല ആളുകളും പറയും. പക്ഷേ ഓൻ സുബഹി നിസ്കരിക്കൂല, ളുഹർ നിസ്കരിക്കൂല, അസ്ർ നിസ്കരിക്കൂല, മഗ്രിബ് നിസ്കരിക്കൂല. ഇങ്ങനെ സുബഹിയും മഗ്രിബും ഇശാവും ളുഹറൊക്കെ നിസ്കരിക്കാത്ത ആളുകൾ 24 മണിക്കൂറും 2 കരങ്ങൾ ആകാശത്തിലേക്ക് ഉയർത്തി അള്ളാഹുവിനോട് ദുആ ചെയ്താലും നമ്മളെ പ്രാർത്ഥന അള്ളാഹു കബൂൽ ചെയ്യൂല. ഒരു കാര്യത്തിലും നമുക്ക് വിജയം ഉണ്ടാവൂല, മുടക്കം തന്നെ ഉണ്ടാവുള്ളൂ. അള്ളാഹിന്റെ റഹ്മത്തും ഉണ്ടാവൂല, ബർക്കത്തും ഉണ്ടാവൂല. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഫർള് നിസ്കാരം നിലനിർത്തുക എന്നുള്ളതാണ്. ആ ഫർള് നിസ്കാരത്തിന്റെ ശേഷമാണ് ഈ ദിക്ർ നമ്മൾ പറയേണ്ടത്. ഫർള് നിസ്കാരം ഖളാ ആകത്തെ തന്നെ നിസ്കരിക്കണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മല്ലം യുസല്ലി സ്വലാത്തൽ ഫജ്രി, ഒരാൾ സുബ്ഹി നിസ്കരിച്ചിട്ടില്ല
നിസ്കരിച്ചിട്ടില്ലെങ്കിൽ, സുബഹി നിസ്കാരം ഫർളാണ്, ആ സുബഹി ഒരാൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ലം യകുൻ ഫീ റിസ്ഖിഹി ബറക, അവന്റെ ഭൗതികമായ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത അനുഗ്രഹങ്ങളിൽ യാതൊരുവിധ ബറക്കത്തും ഉണ്ടാകൂല. പിന്നെ എത്ര തുറന്നിട്ടെന്താ, പിന്നെ എങ്ങനെ ലാഭം ഉണ്ടാകുക, പിന്നെ എങ്ങനെ തടസ്സങ്ങൾ നീങ്ങൂല. കാരണം സുബഹി അവൻ ഖളാക്കി എന്നുള്ളതാണ്. സുബഹി നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ജോലിയിൽ ബർക്കത്തുണ്ടാവൂല, കച്ചവടത്തിൽ ബർക്കത്തുണ്ടാവൂല, മക്കളിൽ ബർക്കത്തുണ്ടാവൂല, ദാമ്പത്യ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവൂല, ഒന്നിലും ബർക്കത്തുണ്ടാവൂല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ട് സുബ്ഹി നിസ്കാരം ഖളാ ആകാതെ നിസ്കരിക്കുക. വമൻ ലം യുസല്ലി സ്വലാത്തുൽ ളുഹ്രി, ഒരാൾ ളുഹ്ർ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ലം യകുൻ ഫീ വജ്ഹി നൂറുൻ, അവന്റെ മുഖത്ത് ഈമാനിന്റെ പ്രകാശം ഉണ്ടാവുകയില്ല, മുഅ്മിനായി ജീവിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. ആദ്യം നമ്മൾ മുഅ്മിനാകുക, എന്നിട്ട് അല്ലാഹുവിനോട് ദുആർക്കുക, എന്നിട്ട് ദിക്റും സലാത്തുകളൊക്കെ ചൊല്ലുക. മഹാന്മാർ റസൂലുള്ളാഹി പറയാണ്, വമൻ ലം യുസല്ലി സ്വലാത്തുൽ അസ്രി, ഒരാൾ അസ്ർ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ലം യകുൻ ഫീ അഅ്ലാഹി ഖുവ്വ, അവന്റെ അവയവങ്ങൾക്ക് അല്ലാഹു ആരോഗ്യം കൊടുക്കുകയില്ല. എപ്പോഴും രോഗം തന്നെ, കാരണം ഒരാരോഗ്യം ഉണ്ടാവൂല, ഗുളികമെന്ന് നീച്ചാ നേരം ഉണ്ടാവൂല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നിസ്കരിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അപ്പൊ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ആരോഗ്യം ഉണ്ടാവൂല, പെട്ടെന്ന് രോഗിയായി മാറും എന്നുള്ളതാണ്. റസൂലുള്ളാഹി പറയാണ്, വമൻ ലം യുസല്ലി സ്വലാത്തുൽ മഗ്രിബി ലം യകുൻ ഫീ തആമിഹി ലദ്ദാ, ഒരാൾ മഗ്രിബ് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരു രസം ഉണ്ടാവൂല, ഒരു ഉപകാരം ഉണ്ടാവൂല. നല്ല ബദാമും നല്ല നട്സുകളൊക്കെ കഴിക്കുന്നുണ്ടാവും, ശരീരത്തേക്ക് അങ്ങോട്ട് പിടിക്കൂല. നല്ല മരുന്നൊക്കെ കഴിക്കുന്നുണ്ടാവും, നല്ല വിറ്റാമിനൊക്കെ കഴിക്കുന്നുണ്ടാവും, ഒരു രസം ഉണ്ടാവൂല, അത് ശരീരത്തിന് പിടിക്കുകയില്ല. പെട്ടെന്ന് മാറാവ്യാധി രോഗം നമ്മൾക്ക് പിടിപെടുന്നതാണ്. അല്ലാഹുവേ കാക്കണേ റഹ്മാനെ. വമൻ ലം യുസല്ലി സ്വലാത്തുൽ ഇശാ, ഒരാൾ ഇശ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ലം യകുൻ മുഅ്മിനൻ ഫിദ് ദുനിയാ വൽ ആഖിറ, അവൻ ദുനിയാവിലും ആഖിറത്തിലും മുഅ്മിനല്ല, അവൻ പരാജയപ്പെട്ടവനാണ്. അവൻ മുഅ്മിനാകണോ, അല്ലാഹുവിന്റെ സഹായം വേണോ, 5 വക്ത് നിസ്കാരം ഖളാ ആകാതെ നിസ്കരിക്കുക. അങ്ങനെ 5 വക്ത് നിസ്കാരങ്ങൾക്ക് ശേഷം ചൊല്ലേണ്ട ദിക്റുകളും സലാത്തുകളൊക്കെ ചൊല്ലിയതിന് ശേഷം നമ്മൾ ചൊല്ലേണ്ട അത്ഭുതകരമായ അസ്മാഉൽ ഹുസ്ന ചേർന്ന ഒരു ദിക്റുണ്ട്. ഏതാണ് ആ ദിക്റെന്ന് വളരെ ശ്രദ്ധയോടുകൂടെ സ്ക്രീനിലേക്ക് നോക്കി എന്റെ ഉമ്മമാര് ചൊല്ലാൻ ശ്രമിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ തവ്വാബു യാ ഗഫാറു യാ ഹബീബു യാ വകീലു യാ കാഫി യാ റസ്സാഖു യാ സലാമു യാ മുഅ്മിനു യാ സരീ. ഇതാണ് നമ്മൾ ചൊല്ലേണ്ടത്. ഒന്നുകൂടെ ശ്രദ്ധിച്ചോളി. യാ തവ്വാബു യാ ഗഫാറു യാ ഹബീബു യാ വകീലു യാ കാഫി യാ റസ്സാഖു യാ സലാമു യാ മുഅ്മിനു യാ സരീ. ഒന്നുകൂടെ ചൊല്ലിത്തരാം. യാ തവ്വാബു യാ ഗഫാറു യാ ഹബീബു യാ വകീലു യാ കാഫി യാ റസ്സാഖ് യാ സലാമു യാ മുഅ്മിനു യാ സരീ. ഇതാണ് നമ്മൾ ചൊല്ലേണ്ടത് ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം. ഇത് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ എല്ലാറ്റിലും വിജയം ഉണ്ടാകും, നല്ല ലാഭം ഉണ്ടാകും, കച്ചവടത്തിൽ ജോലിയിൽ ബർക്കത്തുണ്ടാകും, ജീവിതത്തിൽ ബർക്കത്തുണ്ടാകും, നമ്മൾ തൊട്ടതൊക്കെ പൊന്നാക്കാൻ കഴിയുമെന്നുള്ളതാണ്. അല്ലാഹുവേ അനുഗ്രഹിക്കണേ റഹ്മാനെ, സ്വീകരിക്കണേ അല്ലാ, ഖബൂൽ ചെയ്യണേ അല്ലാ, പ്രയാസങ്ങൾ അകറ്റണേ അല്ലാ. ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരെ എല്ലാ ഉദ്ദേശങ്ങളും നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ, എല്ലാ പ്രയാസങ്ങളും അകറ്റണേ അല്ലാ. ഓരോരുത്തർക്കും ഓരോ പ്രയാസങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതെന്തൊക്കെയാണെന്ന് നിനക്കറിയാം റഹ്മാനെ. ഈ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ സാലിയായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. മനസ്സിന് സന്തോഷം നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ റഹ്മാനെ, അപകടങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ, എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ, ആഫത്ത് മുസീബത്ത് ഇടങ്ങേറുകളെ തൊട്ട് കാക്കണേ റഹ്മാനെ. ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ആഫിയത്തും ദീർഘായുസ്സും ആരോഗ്യവും നൽകണേ അല്ലാ. മുഅ്മിനീങ്ങളെ കാക്കണേ അല്ലാ, ആഖിബത്ത് നന്നാക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകണേ റഹ്മാനെ, നിന്റെ സഹായം നൽകണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വഇയ്യാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ
الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم. السلام عليكم ورحمة الله وبركاته.